എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? എന്നെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. അതായത് എൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഇന്നേക്ക് 3 വർഷമാകുന്നുണ്ട്. ജൂലൈ 10, അതായത് ഇന്ന്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എനിക്ക് 3 വർഷമായി നമ്മൾ പുതിയ വീട്ടിലേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുന്നിൽ ഒരു മധുര റെസിപ്പി ആയിട്ട് വരാം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെർമിസെല്ലി കസ്റ്റാർഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വെർമിസെല്ലി കസ്റ്റാർഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് വെർമിസെല്ലിയാണിത്. അതേപോലെ തന്നെ 1 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ റോസ്റ്റഡ് അല്ലാത്ത വെർമിസെല്ലി ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ വെർമിസെല്ലി ഇട്ട് ഇതേപോലെ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. പാലിനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉരുളിയിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് മറിഞ്ഞു പോകാൻ പാടില്ല. നന്നായിട്ട് തിളപ്പിക്കുക. പാല് ചെറുങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നല്ല പോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ പാല് അടിക്ക് പിടിച്ചു പോവും. പിന്നെ ഉരുളി ആയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഏത് പാത്രമാണോ എടുത്തത് അതിനനുസരിച്ചിട്ടാണ് ഈ അടിക്ക് പിടിക്കുന്നത് ഉണ്ടാവുക. അപ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കണ്ടോ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 7 മിനിറ്റ് ഒക്കെ നന്നായിട്ട് ഇത് തിളക്കേണ്ടി വരും വെർമിസെല്ലി വേവാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വേവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. വെർമിസെല്ലി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളെ വെർമിസെല്ലി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റ് വേവ് തന്നെയാണോ എന്ന്. ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ട് ഒഴിക്കുക വേണ്ടത്. 1/2 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കട്ടയില്ലാതെ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യാം. ബോയിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. തണിഞ്ഞതിന് ശേഷം, ഈ ചൂടോടുകൂടി നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിയാകും. ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് വെർമിസെല്ലി കസ്റ്റാർഡ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഒരു ഉറുമാമ്പഴം, അതേപോലെ തന്നെ 1 ആപ്പിൾ, 1 മാങ്ങ, അതേപോലെ തന്നെ കുറച്ച് ചെറി മുറിച്ചതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ പൈനാപ്പിൾ ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പച്ചക്ക് നമ്മൾ ഇതേപോലെ കസ്റ്റാർഡിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു പുളിരസം വരും. അപ്പോൾ അത് കുറച്ച് പഞ്ചസാരയും ഇട്ടൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പപ്പായോ അല്ലെങ്കിൽ പഴമോ അങ്ങനെ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട്, നിങ്ങൾക്ക് താല്പര്യമൊക്കെ അനുസരിച്ചിട്ട് അതിൽ മാറ്റം വരും. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിങ്ങനെ ഒരു ബൗളാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സോ അതില്ലെങ്കിൽ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വെർമിസെല്ലി കസ്റ്റാർഡ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെ വലിയ പാത്രമാണെങ്കിൽ 2 സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് ആപ്പിളും മാങ്ങയും ഞാൻ ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് ഉറുമാമ്പഴം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വീണ്ടും സേമിയ മിക്സ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം.
പിന്നെ നമുക്ക് ഏറ്റവും മേലെ കുറച്ച് ചെറി ഞാനിവിടെ മുറിച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഒരു ചെറി ഒന്ന് നടുവിലൊന്ന് വെച്ചിട്ടൊന്ന് ഒരു സ്റ്റൈലാക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഇതനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാൻ എല്ലാം ഇതേപോലെ ബൗളിൽ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.